ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ രചന ആകെ ഷോക്കായിട്ട് ഹോസ്പിറ്റലിൽ പുറത്തേക്ക് ഇറങ്ങാണ്. ശേഷം സുമിതേനെ വിളിക്കുന്നുണ്ട്. സുമിത ചോദിക്കുന്നുണ്ട്, എന്താ അത്യാവശ്യമായിട്ട് നീ കാണണമെന്ന് പറഞ്ഞത്? സുമി, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയെന്നാ തോന്നുന്നത്. കൈവിട്ട് പോയെന്നോ? എന്തൊക്കെയാ നീ പറയണത്? പോലീസുകാർ വന്നായിരുന്നു മഹേഷിനോട് ഇഷിതെടുത്ത് സംസാരിക്കാൻ. അത് വരുമല്ലോ, ആക്സിഡന്റ് നടന്ന പോലീസുകാർ വരും. അതല്ല സുമി, അങ്ങനെയല്ല. ഈ കാര്യങ്ങൾ അങ്ങനെ കൈവിട്ട് പോയ പോലെയാ എനിക്ക് തോന്നുന്നത്. പോലീസുകാരെന്തോ സംശയത്തോടെയാ ഇഷിതടുത്ത് മഹേഷിനോട് ചോദിച്ചത്. അത് ഒരു ആക്സിഡന്റ് അല്ല, കൊലപാതക ശ്രമമാണെന്ന് പോലീസുകാർക്ക് സംശയമുണ്ട്. ഇഷിതേനെ ഉന്നം വെച്ചിട്ടാണ് അവർ നീങ്ങിയതെന്ന പോലീസ് പറയുന്നത്. അവരെന്തിനും വിചാരിച്ചോട്ടെ. ഇപ്പൊ അവരെ പോയിട്ട് ആ പോലീസുകാർ പോയിട്ട് ആ വർക്ക്ഷോപ്പിൽ പോയിട്ട് കാറ് നോക്കുകയാണെങ്കിൽ അത് കാറിന്റെ ബ്രേക്ക് കളഞ്ഞതാണോന്നോ കാറിന്റെ ബ്രേക്ക് പോയതാണോ ഒന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം അതിനെയാണ് കാറിന്റെ മുൻവശം തകർന്നേക്കണത്. അതോർത്ത് നീ ടെൻഷനൊന്നും ആവണ്ട. അവിടെ കൊണ്ട് തീർന്നില്ല സുമി. പോലീസുകാർക്ക് നല്ല സംശയമുണ്ട്. അവര് ഫ്ലാറ്റിലേക്ക് പോയിരിക്കുക, CCTV ഫോട്ടോജ് പരിശോധിക്കാൻ. നീ എന്തിനാ പേടിക്കണത്? ബ്രാഞ്ചി ക്യാമറയൊക്കെ നോക്കിയും കണ്ടൊക്കെയാണ് പോയേക്കണെന്നല്ലേ പറഞ്ഞത്. അത് അയാള് പറഞ്ഞതല്ലേ. പണി തീർക്കാൻ വേണ്ടി എളുപ്പത്തിന് അയാള് തിടുക്കം കാണിച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും ക്യാമറയിൽ അയാൾ പതിനിട്ടുണ്ടെങ്കിൽ തീർന്നു. അവിടെ ഫ്ലാറ്റിൽ എവിടെയൊക്കെയാണ് ക്യാമറ ഉള്ളതെന്ന് അയാൾക്ക് അതിനറിയാവോ? എടി, അവന്റെ മുഖം പതിഞ്ഞാലും അവനെ ഒരിക്കലും കണ്ടുപിടിക്കാൻ സാധിക്കൊന്നുമില്ല. അഥവാ കണ്ടുപിടിച്ചാൽ അവന്റെ ഫോൺ പരിശോധിച്ചാൽ അല്ലാതെ തെളിയില്ലേ? അന്ന് ദിവസം അയാൾ 2 പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട് സുമി എന്ന് ചോദിക്കുമ്പോ, ആ, നിന്നെ വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയാണ് രചന. അപ്പൊ സുമി പറയുന്നുണ്ട്, എന്നെ വിളിച്ചത് എന്റെ വേറൊരു നമ്പറിലേക്കാ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോ നീ ഒറ്റയതാണല്ലേ? എടി, ഞാൻ നിന്നെ ഒറ്റയൊന്നും അല്ല. നിന്നെ വിളിച്ചേക്കണ നമ്പറും ബ്രാഞ്ച് വേറെ നമ്പറിൽ നിന്നാണ് വിളിച്ചിട്ടുണ്ടാവുക. അയാൾ ഒറിജിനൽ നമ്പറിൽ നിന്നായിരിക്കില്ല. നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട. ഈ കേസ് നീ കുടുങ്ങില്ല. ഇത് ഈ സുമി തരുന്ന വാക്കാണ്. നീ ധൈര്യമായിട്ട് പോയിക്കോ എന്ന് പറയാണ്. അങ്ങനെ രചന കാറെടുത്ത് അവിടെ നിന്ന് പോവാട്ടോ. ആ സമയത്ത് സുമിത മനസ്സിൽ വിചാരിക്കണേ, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാണല്ലോ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കണ ഇഷിതേനെയാണ്. ഇഷിത മഹേഷിന്റെ അടുത്തിരുന്ന് മഹേഷിനെ കോഫിയൊക്കെ കൊടുക്കുക കേട്ടോ. ആ സമയത്ത് മഹേഷ് ഇഷിത ചോദിക്കണ്ട്, എടോ, താൻ ഏത് നേരം ഇവിടെ നിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ തന്റെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ആര് നോക്കോടോ? എപ്പോഴും താൻ ഇവിടെ തന്നെ ഇരിപ്പാണല്ലോ. എത്ര ദിവസമായി? ഓ, മഹേഷിന്റെ പറച്ചിൽ കേട്ടാ തോന്നും ഞാനിവിടെ 2 ആഴ്ചയായിട്ട് ഇരിപ്പാണെന്ന്. 2 ആഴ്ചയൊന്നും ആയിട്ടില്ല കേട്ടോ മഹേഷ്. ഞാനിവിടെ നിന്ന് പോയി കഴിഞ്ഞാലേ 2 കുട്ടികളുടെ അമ്മ 2 കുട്ടികളുടെ അച്ഛനെ കാണാൻ വേണ്ടി വരും. അത് കൊള്ളാം, നല്ല പ്രയോഗം. 2 കുട്ടികളുടെ അമ്മ 2 കുട്ടികളുടെ അച്ഛൻ. ആ, അവരങ്ങനെ പറഞ്ഞിട്ടാണല്ലോ വന്നത്. രചന, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അവൾ വരും. എങ്ങനെ അറിയുന്നോ എന്തോ ഞാൻ ഇവിടുന്ന് പോകുന്ന കാര്യം. ഇപ്പൊ അവിടെ പുറത്തെങ്ങാനും ഉണ്ടാകും. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അപ്പൊ മഹേഷിന്റെ അടുത്തേക്ക് വരും. അല്ല മഹേഷ്, അവരെങ്ങനെയാ കറക്റ്റ് ആയിട്ട് ഞാൻ പോണ കാര്യങ്ങളൊക്കെ അറിയണത്? അല്ല അതിന് വേറൊന്നും അല്ലടോ. ഞാനേ അവർക്ക് വിളിച്ചു പറയുന്നുണ്ട്, അതാ വരുന്നത്. ഓ, എനിക്ക് സംശയം ഉണ്ടായിരുന്നു മഹേഷ് വിളിച്ചു പറഞ്ഞിട്ടായിരിക്കും അവള് ഞാൻ പോകുമ്പോ തന്നെ വരുന്നേന്ന്. പോടോ, ഇതൊരു തമാശയായിട്ട് താൻ കാണുന്നുണ്ട് കേട്ടോ. എനിക്കൊട്ടും ഇഷ്ടമല്ല. പിന്നെ എന്റെ മോൻ അവളുടെ കൂടെ വരും. അവന്റെ കണ്ണ് നിറഞ്ഞിരിക്കണ കാണുമ്പോഴാ എനിക്ക് ആകെ ഒരു സങ്കടം. അപ്പോ ഇഷിത പറയുന്നുണ്ട്, അതെ, മഹേഷ് ഭാഗ്യം ചെയ്തതാ. എന്ത് നല്ല മോനാ ആദി. മഹേഷ് ഇതിനെ പറ്റിക്കഴിഞ്ഞപ്പോ അവന്റെ ഉത്തരവാദിത്തം കണ്ടില്ലേ? അവൻ ശരിക്കും നല്ലൊരു കുട്ടിയാ മഹേഷ്. പിന്നെ അവന് മഹേഷിന്റെ കൂടെ വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ വന്നു കഴിഞ്ഞാൽ അവന്റെ മമ്മി ഒറ്റക്കായി പോവോ? അവന്റെ മമ്മി ഒറ്റക്കായി കഴിഞ്ഞാൽ അവന്റെ മമ്മി എന്ത് ചെയ്യും എന്നൊക്കെയുള്ള വിചാരം അവന്. സത്യം പറഞ്ഞ രചനനെ കുറിച്ച് അവൻ എന്ത് കരുതലാണെന്ന് അറിയാവോ? അങ്ങനത്തെയൊക്കെ മോനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം എന്ന് ഇഷിത പറയാണ്. മഹേഷ് പറയുന്നുണ്ട്, അവൻ എൻ്റെ അടുത്തേക്ക് വന്നാലേ എൻ്റെ ജീവിതം സഫലമാകുള്ളൂടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെയാണ് അവിടേക്ക് ഡോക്ടർ വരുവാട്ടോ. മഹേഷ്, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഡോക്ടർ. മഹേഷിന്റെ ടെസ്റ്റ് റിസൾട്ട് ഒക്കെ ഞാൻ പരിശോധിച്ചു. വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. ഇനി 2-3 ടെസ്റ്റ് കൂടി വരാനുണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഫുൾ വിശ്രമവും മരുന്നുകളും അതാണ് ഇനി വേണ്ടത്. ഡോക്ടർ ഇഷിത പറഞ്ഞത് കേട്ടല്ലോ. ഡോക്ടർ, എനിക്കാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു പിള്ളേരെ നോക്കിയാലേ പരിചയമുള്ളൂ. മഹേഷ് ആണെന്നുണ്ടെങ്കിൽ വലുതായില്ലേ, പറഞ്ഞ അനുസരിക്കണ്ടേ? മഹേഷ്, ഫുൾ വിശ്രമം, അതിലൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ എന്ന് ഡോക്ടർ പറയുമ്പോ മഹേഷ് പറയുന്നുണ്ട്, ഡോക്ടർ, ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ? ഇതേപോലെ തന്നെ ഞാൻ കിടന്നാ പോരെ അവിടെ? എന്തൊക്കെയാ ഇഷിത മഹേഷ് ചന്ദ്രൻ പറയുന്നത് എന്നാ ഡോക്ടർ ചോദിക്കുമ്പോ, എന്താ മഹേഷ് അങ്ങനെ ഒന്ന് ചോദിക്കല്ലേ എന്ന് പറയാണ്. അല്ല, ഞാൻ കാര്യമായിട്ട് ചോദിച്ച ഡോക്ടർ. കാരണം വീട്ടില് ഡോക്ടർ ഇഷിതായിട്ടുള്ള എന്റെ ഭാര്യ ഉണ്ടല്ലോ, അവര് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കിക്കോളൂല്ലോ. മഹേഷ് പറഞ്ഞ കാര്യം പരിഗണിക്കാവുന്നതാണ്. ഒരു കാര്യം ചെയ്യാം, 2-3 ടെസ്റ്റിന്റെ റിസൾട്ട് കൂടി വരാനുണ്ട്. അതും കൂടി വരട്ടെ, എന്നിട്ട് ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവാണ്. ഡോക്ടർ പോയി കഴിയുമ്പോഴേക്കും ഇഷിത ചോദിക്കണ്ടേ, എന്താ മഹേഷ് കുറച്ച് ദിവസം കൂടി ഇവിടെ കിടക്കണ തന്നെയാ നല്ലത്. ഇല്ലടോ, എനിക്കിവിടെ മടുത്തടോ, മടുപ്പായി. എത്ര ദിവസമായി ഞാൻ കിടക്കുന്നത്. എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞിട്ട് ഇഷിത അപ്പുറത്തേക്ക് പോവാണ്. മഹേഷ് ഇങ്ങനെ കിടക്കുവാട്ടോ.
ഇഷിത നേരെ പോണത് ഡോക്ടറിന്റെ റൂമിലേക്കാണ് കേട്ടോ. ഡോക്ടർ അപ്പൊ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇഷിത കയറിക്കൂട്ടം ചോദിക്കുമ്പോ ആ കയറി വാ എന്ന് പറയാണ്. എന്താ ഡോക്ടർ ഇഷിത എന്ന് ചോദിക്കുമ്പോ, ഡോക്ടർ എനിക്കൊരു ഡോക്ടറോട് കാര്യം പറയാനുണ്ട്. മഹേഷ് പറഞ്ഞിരുന്നല്ലോ വീട്ടിൽ പോകുന്ന കാര്യം. ഡോക്ടർ അത് അംഗീകരിക്കണ്ട. മഹേഷ് ഇവിടെ കാണുന്ന പോലല്ല. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എല്ലാം മഹേഷ് മറക്കും. ഒരു 3-4 ദിവസം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ മഹേഷ് ഓഫീസിൽ പോകും. അത്രക്ക് പ്രഷറാ മഹേഷിന്റെ വർക്ക്. അതുകൊണ്ട് ഡോക്ടർ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് മഹേഷിനെ ഡിസ്ചാർജ് ചെയ്താൽ മതി. നോക്കി ഇഷിത, അയാൾക്ക് ഇവിടെ കിടക്കണേക്കാളും സുഖം വീട്ടിൽ കിടക്കാനായിരിക്കും. പിന്നെ വീടിന്റെ അന്തരീക്ഷം തന്നെയാ ഇതിന് നല്ലത്. മരുന്നും മെഡിസിൻസ് ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും ഇഷിത പറയണ്ടേ, എന്നാലും ഡോക്ടർ മഹേഷിന്റെ ആവശ്യം പരിഗണിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം മഹേഷ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ റെസ്റ്റ് ഒന്നും ചെയ്യില്ല. ഒരാഴ്ച കൂടി ഇവിടെ കിടക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു ഡോക്ടർ. സോറി ഇഷിത, ഈ കാര്യത്തിൽ എനിക്ക് ഇഷിത ഡോക്ടർ പറഞ്ഞത് കേൾക്കാൻ പറ്റില്ല. രോഗിയുടെ സംസാരം, രോഗിയുടെ ആവശ്യം അംഗീകരിക്കാനേ എനിക്ക് സാധിക്കുള്ളൂ. പിന്നെ ഡോക്ടർ ഇഷിതത്തിന് ഒരു കാര്യം പറയാം. മഹേഷിന്റെ മനസ്സ് ഡോക്ടർ ഇഷിത മനസ്സിലാക്കിയിട്ടില്ലേ? എന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞത്? അവരെ എന്തിനാ ഇവിടെ നിന്ന് തിടുക്കപ്പെട്ട് ഡിസ്ചാർജ് വേണമെന്ന് മഹേഷ് പറയണമെന്ന് ഇഷിതക്ക് അറിയാവോ? എന്താ ഡോക്ടർ? ഇഷിത ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സമയം തന്നെ ഓടി വരും മഹേഷിന്റെ ആദ്യ ഭാര്യ. 2 മക്കളുള്ള കാര്യമൊക്കെ എനിക്കറിയാം. അവര് വന്നിട്ട് മഹേഷിന്റെ കൂടെ തന്നെ നിൽക്കും. ഇഷിത തിരിച്ചു വരാനാവുമ്പോഴാണ് അവരിവിടെ നിന്ന് പോകുന്നത്. അതൊക്കെ മഹേഷിന് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. അതുകൊണ്ടാണ് മഹേഷ് ഇവിടെ നിന്ന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് തിടുക്കം കാണിക്കണത്. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാ ഞാൻ മഹേഷിന് വേണ്ടി ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞത്. ഓ അങ്ങനെയാണോ? എന്നാ ശരി, ഡോക്ടറിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പോകുവാട്ടോ. പിന്നീട് രചനയിലാട്ടോ കാണിക്കണം. രചന ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അപ്പൊ സിസ്റ്റർ അവിടെ ഉണ്ട്. സിസ്റ്റർ എന്ന് ചോദിക്കുമ്പോഴേക്കും, രചന മേഡോ? അതെ. ഇഷിത പോയോ ഹോസ്പിറ്റലിൽ? ഇല്ല, ഇന്ന് ഇഷിത മേഡം പോവില്ല കേട്ടോ ഹോസ്പിറ്റലിൽ. അതെന്താ? ഇഷിത മേഡം ഇന്ന് ലീവാണ്. ആണോ? അതുകൊണ്ട് മേഡം ഇന്ന് മഹേഷ് സാറിന്റെ റൂമിലേക്ക് പോകണ്ട. പിന്നെ വേറൊരു കാര്യം, മഹേഷ് സാറിനെ ഡിസ്ചാർജ് ചെയ്യാൻ പോവാ. ഇത്ര പെട്ടെന്നോ? അതെ. ഓ, ഇഷിത പറഞ്ഞിട്ടായിരിക്കും അല്ലെ അവളുടെ ഹോസ്പിറ്റലിൽ മാറ്റാൻ? ഹോസ്പിറ്റലിൽ മാറ്റാനൊന്നുമല്ല, വീട്ടിലേക്കാ കൊണ്ടുപോണത്. അതെന്താ? മഹേഷ് ഓക്കെ ആയിട്ടില്ലല്ലോ. പക്ഷെ ഇനിയിപ്പോ ബെഡ് റെസ്റ്റും മരുന്നുകളും മാത്രം മതി മേഡം. പിന്നെ ചെക്കപ്പിന് 2 ആഴ്ച കൂടുമ്പോൾ വരണമെന്നേ ഉള്ളൂ. ബാലഗോപാലൻ സാറിനടുത്ത് ആവശ്യം പറഞ്ഞത് മഹേഷ് ചന്ദ്രൻ സാറാണ്. അപ്പൊ ഇഷിത മേഡം അത് എതിർക്കാണ് ചെയ്തത്. പക്ഷേ ബാലചന്ദ്രൻ സാറിന്റെ സ്വഭാവം ഒരു പ്രത്യേക ടൈപ്പാ. രോഗികളുടെ പറയുന്ന കാര്യങ്ങൾ മാത്രമേ മുൻഗണനയിൽ എടുക്കുള്ളൂ. അതുകൊണ്ട് മഹേഷ് സാറിന് ഡിസ്ചാർജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ രചന മേഡം വന്നാലും മഹേഷ് സാറിനെ കാണാനോ സംസാരിക്കാനോ പരിചരിക്കാനോ ഒന്നും സാധിക്കില്ല എന്ന് സിസ്റ്റർ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ. രചന കഴിഞ്ഞാൽ ദേഷ്യം വരുന്നുണ്ട്. രചന പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഇഷിത അവിടെ നിന്ന് പുറകിൽ നിന്ന് വരികയാണ്. പക്ഷെ ഇഷിത രചനനെ കാണുന്നില്ല. രചന ദേഷ്യം കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുവാട്ടോ ചെയ്യണത്. ഇഷിത ശേഷം നേരെ റൂമിലേക്ക് വരുന്നുണ്ട്. മഹേഷ് ഇഷിത അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താടോ താൻ ഡോക്ടറോട് സംസാരിച്ചിട്ട് എന്റെ ബെഡ് റെസ്റ്റ് 2 ആഴ്ചയും കൂടി ഇവിടത്തേക്ക് ആക്കിയോ? ഓ, ഞാനെന്ത് പറയാനാ, ഞാനേ ഡോക്ടറോട് സംസാരിച്ചു. പക്ഷെ ഡോക്ടർ അതൊന്നും കേൾക്കില്ലല്ലോ. കാരണം ബാലഗോപാല സാർ അങ്ങനെയാണ്, രോഗികൾ പറയുന്നതേ കേൾക്കുള്ളൂ. അതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്തരാന്നാ പറഞ്ഞത്. എന്ത് പറയാനാണ്? താനിങ്ങനെ ദേഷ്യപ്പെടില്ലടോ. താൻ ദേഷ്യപ്പെടുമ്പോഴേ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. അങ്ങനത്തെ തോന്നല് മാറ്റണമല്ലോ ഒരുത്തി ഇങ്ങോട്ടേക്ക് വരുന്നത്. താൻ എന്താടോ ഇങ്ങനെയൊക്കെ പറയണത്? എനിക്ക് മഹേഷിന്റെ മനസ്സ് മനസ്സിലായി. അവൾ ഇവിടെ വരുന്നത് കൊണ്ടല്ലേ മഹേഷ് വീട്ടിൽ പോവാൻ ധൃതി കൂട്ടുന്നത് എന്ന് ഇഷിത ചോദിക്കുമ്പോൾ അത് കേട്ട് മഹേഷ് പതുക്കെ ചിരിക്കുന്നത് പിന്നെ ഞെട്ടുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ആദി നല്ല ഉറക്കമാണ് കേട്ടോ. പെട്ടെന്ന് ആദി കണ്ണു തുറക്കുമ്പോഴേക്കും ആകാശ് ആദിനെ കൊല്ലാൻ വേണ്ടി വരുവാണ്. പെട്ടെന്ന് തന്നെ ആദി ചാടി എഴുന്നേക്കുന്നുണ്ട്. നീ നിന്റെ തന്തയെടുത്ത് പോകാൻ പോണല്ലടാ, നിന്റെ മമ്മീനെയും കൂട്ടിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശിനെ തോൽപ്പിക്കാൻ പറ്റില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ് ആദിനെ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. ഒച്ചയും ബഹളവും കേട്ട് രചന അവിടേക്ക് വരുന്നുണ്ട്. രചനയും ആകെ ഷോക്കായിട്ട് നിൽക്കാട്ടെ ആ ഒരു കാഴ്ച കാണുമ്പോഴേക്കും. പിന്നീട് മഹേഷ് ഇഷിതെടുത്ത് പറയണ്ട്, നമുക്കിനിയുള്ള കാലം സമയം കളയണ്ടടോ, ഒരുപാട് പ്രണയിച്ച് ഒന്നിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിതയുടെ കയ്യിൽ ചേർത്ത് പിടിക്കുകയാണ്. ഇഷിത മഹേഷിനെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രചനയും ആദ്യം കൂടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുകയാണ് മഹേഷിന്റെ വീട്ടിലേക്ക്. മഹേഷും ഇഷിതയും തിരിച്ച് വീട്ടിലേക്കും പോകാൻ പോവാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് രസകരമായിട്ടുള്ള നിമിഷങ്ങളാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.